നമസ്കാരം. ജൂൺ 23 ലോക വിധവാ ദിനമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും ഈ ദിവസം വിധവകൾക്കുള്ള ദിനമായി പ്രത്യേകം ആചരിച്ചു വരുന്നു. വിധവകൾ നേരിടുന്ന ദാരിദ്ര്യം, വിവേചനം, സാമൂഹിക അവഹേളനങ്ങൾ, അനീതികൾ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിനാചരണത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1954 ജൂൺ 23 37-ാം വയസ്സിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിധവയായ ശ്രീമതി പുഷ്പവതി ലൂംബയുടെ മകനായ രാജ് ലൂംബയാണ് ഈ ദിനത്തിൻ്റെ പ്രചോദനം. തൻ്റെ അമ്മ വിധവയായതിനു ശേഷം നേരിട്ട കഷ്ടപ്പാടുകളും സാമൂഹിക വെല്ലുവിളികളും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട്, അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്തിലും അവഗണനയിലും കഴിയുന്ന വിധവകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി രാജ് ലൂംബ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിച്ചു. 2005 ജൂൺ 23 ലൂംബ ഫൗണ്ടേഷൻ ആദ്യമായി അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിക്കുന്നത്. ലൂംബ ഫൗണ്ടേഷൻ്റെ 5 വർഷത്തെ പ്രചാരണങ്ങൾക്കു ശേഷം 2010 ഡിസംബർ 21 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 23 ഔദ്യോഗിക അന്താരാഷ്ട്ര വിധവാ ദിനമായി അംഗീകരിച്ചു. ഈ ദിനം ആചരിക്കുന്നതിലൂടെ വിധവകൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ അവർക്ക് തുല്യ അവസരങ്ങൾ നൽകുക, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പല രാജ്യങ്ങളിലും വിധവകൾക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം നിഷേധിക്കപ്പെടുകയും സാമൂഹികമായി ഒറ്റപ്പെടുത്തുകയും ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും ഈ ദിനം സഹായിക്കുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ ലഭ്യമാണ്. നിയമ സംരക്ഷണങ്ങളും പ്രത്യേകമായി വിധവകൾക്ക് ലഭ്യമാക്കുന്നതിൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ നമ്മുടെ രാജ്യം, നമ്മുടെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. കേരള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വിധവാ പെൻഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രചാരം തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളായി ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉള്ളത്. മറ്റൊരു പദ്ധതിയാണ് സഹായ ഹസ്തം എന്ന പേരിലുള്ള പദ്ധതി. വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടവർക്കും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾക്കും ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും പെൺകുട്ടികൾ മാത്രമുള്ളവർക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പടവുകൾ എന്ന പേരിലുള്ള പദ്ധതി. വിധവകളുടെ മക്കൾക്ക് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് പടവുകൾ പദ്ധതി. മംഗല്യ പദ്ധതി. BPL മുൻഗണനാ വിഭാഗങ്ങളിലെ 50 വയസ്സിൽ താഴെയുള്ള വിധവകൾക്കും വിവാഹമോചിതർക്കും പുനർവിവാഹത്തിന്
25,000 രൂപ ധനസഹായം ലഭിക്കും. പുനർവിവാഹം നടന്ന് 6 മാസത്തിനകം അപേക്ഷ നൽകേണ്ടതുണ്ട്. ഭവന പദ്ധതികൾ. വിധവകൾക്ക് ഭവനം നിർമ്മിക്കാനോ പുനരുദ്ധാരണം ചെയ്യാനോ പലിശ സബ്സിഡിയോടുകൂടിയ ഭവന വായ്പകളും മറ്റ് ധനസഹായങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആശ്വാസ കിരണം പെൻഷൻ. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണിത്. വിധവകൾക്കും ഇതിന്റെ ആനുകൂല്യം പ്രത്യേകം ലഭിക്കുന്നുണ്ട്. സൈനികരുടെ വിധവകൾക്കുള്ള ആനുകൂല്യങ്ങൾ. ക്യാൻസർ ബാധിതരായ മുൻ സൈനികരുടെ വിധവകൾക്ക് MAC ഗ്രാന്റ്, തയ്യൽ മെഷീൻ വിതരണം, ചികിത്സാ ധനസഹായം, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് DAC ഗ്രാന്റ്, എക്സ്ഗ്രേഷ്യ ഗ്രാന്റ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണെങ്കിൽ താഴെ പറയുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം അനുസരിച്ച് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവകൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതിയാണ് IGNWPS എന്ന പേരിൽ അറിയപ്പെടുന്നത്. 40 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ള വിധവകൾക്ക് പ്രതിമാസം 300 രൂപയും 80 വയസ്സിനും അതിനു മുകളിലുള്ളവർക്ക് പ്രതിമാസം 500 രൂപയും ലഭ്യമാക്കുന്ന പെൻഷൻ പദ്ധതി ആണിത്. ഇത് കൂടാതെ സ്വാധാർ ഗ്രഹ് സ്കീം അനുസരിച്ച് ദുരിതത്തിലായ സ്ത്രീകൾക്ക് അഭയം, ഭക്ഷണം, വസ്ത്രം, കൗൺസിലിംഗ്, തൊഴിൽ പരിശീലനം, നിയമ സഹായം എന്നിവ നൽകി വരുന്നു. സഹി സെന്ററുകൾ എന്ന് പരക്കെ അറിയപ്പെടുന്ന വൺ സ്റ്റോപ്പ് സെന്ററുകളിലൂടെ അക്രമത്തിന് ഇരയായ സ്ത്രീകൾക്ക് വൈദ്യസഹായം, പോലീസ് സഹായം, അഭയം, നിയമോപദേശം തുടങ്ങിയവ ലഭ്യമാക്കുന്നു. ഹോം ഫോർ വിഡോസ് എന്ന പേരിൽ വൃന്ദാവനിൽ 1000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിധവകൾക്കുള്ള ഒരു ഹോം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ആരോഗ്യ സേവനങ്ങൾ, പോഷക സമൃദ്ധമായ ഭക്ഷണം, നിയമ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നു. അന്ത്യോദയ അന്ന യോജന അഥവാ AAY എന്ന പേരിൽ വിധവകൾക്ക്, അതേപോലെ തന്നെ അവശരായവർക്കും ഭിന്നശേഷിയുള്ളവർക്കും മുതിർന്ന പൗരന്മാർക്കും കുറഞ്ഞ നിരക്കിൽ അരിയും ഗോതമ്പും നൽകുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫണ്ട് പ്രകാരം മുതിർന്ന പൗരന്മാരുടെയും മുതിർന്ന വിധവകളുടെയും സാമ്പത്തിക സുരക്ഷയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പോഷകാഹാരത്തിനും വേണ്ടിയുള്ള പദ്ധതികൾക്കായി ഈ ഫണ്ട് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥ വിധവകൾക്ക് വിവിധങ്ങളായ നിയമ സംരക്ഷണങ്ങൾ നൽകുന്നുണ്ട്. വളരെ വിശദമായ ഒരു വിഷയമാണ് ഇതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുവാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം ഒരു വിധവയ്ക്ക് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 നിലവിൽ വന്നത്. ഭർത്താവിൻ്റെ സ്വത്തിൽ വിധവയ്ക്ക് തുല്യ അവകാശമുണ്ട്. ഭർത്താവിൻ്റെ മറ്റ് നിയമപരമായ അവകാശികൾക്കൊപ്പം വിധവയ്ക്കും സ്വത്തിൽ ഓഹരി ലഭിക്കുവാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതേപോലെ തന്നെ ക്രിമിനൽ നടപടിച്ചട്ടമനുസരിച്ച് സ്വന്തമായി വരുമാനമോ മറ്റ് തൊഴിലോ ഇല്ലാത്ത വിധവയ്ക്ക് ഭർത്താവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അഥവാ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കുവാൻ അർഹതയുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ നിർമ്മാണമാണ് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായത്. വിധവ പുനർവിവാഹ നിയമത്തിലൂടെ വിധവകളുടെ പുനർവിവാഹം നിയമപരമായി അംഗീകരിക്കപ്പെട്ടു. പുനർവിവാഹം ചെയ്യുന്നതിലൂടെ ഭർത്താവിൻ്റെ സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന് പഴയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും കാലം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവങ്ങളിലൂടെ ആ നിയമത്തിൻ്റെ തെറ്റായ വശങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ പുതിയ നിയമ നിർമ്മാണങ്ങളിലൂടെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിൽ
സ്ത്രീകളുടെ സംരക്ഷണ നിയമം എന്നറിയപ്പെടുന്ന PWDV ആക്ടിലൂടെയും അതിൻ്റെ എല്ലാ വകുപ്പുകളും വിധവകൾക്ക് ബാധകമാക്കിയിട്ടുള്ളതാണ്. കുട്ടികളുടെ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ വിധവകൾക്ക് അവരുടെ കുട്ടികളുടെ രക്ഷാകർതൃത്വം ലഭിക്കുന്നതിന് നിയമപരമായ അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളെയും നിയമ സംരക്ഷണങ്ങളെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുവാനുമായി അതാത് സർക്കാർ വകുപ്പുകളെയോ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഓഫീസുകളെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ ഇതിലെ ബെനിഫിഷ്യറീസിന് ഗുണഭോക്താക്കൾക്ക് സമീപിക്കാവുന്നതാണ്.